ആന്റീനെ വിളിച്ചോ? ആശയെക്കുറിച്ച് ചിലതെല്ലാം ഞാൻ കേട്ടു. ആ പ്രൊഫസറുമായി കുട്ടിക്ക് എന്താ ഇത്ര അടുപ്പം? ആരാത് പറഞ്ഞത്? പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ കേട്ടത് സത്യമാണോ? അതെന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്, ആന്റി അത് അറിയണ്ട. എന്ന് വെച്ചാൽ നിന്റെ തോന്നിയാസത്തിന് ഞാൻ കൂട്ടു നിൽക്കണമെന്നോ? നേരത്തെ ഒരു ചെറുപ്പക്കാരനെ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. 5 വർഷത്തെ പഴക്കമുള്ള അയാളെ പറ്റി നീ ഡിഗ്രി എടുത്തതിന് ശേഷമേ ആലോചിക്കൂ എന്നുകൂടെ കേട്ടപ്പോൾ തന്റെ ഇടമുള്ള ഒരു പെൺകുട്ടിയാണ് നീ എന്ന് ഞാൻ കരുതി. എന്നാൽ ഇപ്പോ ഭാര്യയും മക്കളുമുള്ള ഒരു മനുഷ്യൻ, അതും സ്വന്തം ഗുരുനാഥൻ. എന്താ നിന്റെ ഭാവം? ചോദിച്ചത് കേട്ടില്ലേ? എനിക്കൊന്നും പറയാനില്ല. എങ്കിൽ നിന്റെ അച്ഛനെ വിവരം അറിയിപ്പിച്ചേക്കാം. ഈ വൃത്തികെട്ട സ്വഭാവമായി ഇവിടെ താമസിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ ഇവിടെ താമസിക്കുന്നത് ആന്റിക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാൻ മാറിയേക്കാം. ആച്ചേ, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? നീ എവിടെ താമസിച്ചാലും നിന്നെ നിയന്ത്രിക്കാൻ അധികാരപ്പെട്ടവളാണ് ഞാൻ. കൊണ്ട പുരുഷന്മാരോടൊപ്പം ഒരു അഭിസാരിയെ പോലെ അഴിഞ്ഞാടാൻ പറ്റില്ലെന്ന്. വാട്ട് ഡിഡ് യു കോൾ മീ? അഭിസാരിക? ഞാനൊരു വേശ്യയാണെന്ന് അല്ലേ? എന്നാലും ആന്റി പോലെ ആവില്ല. സ്നേഹിച്ച പുരുഷനോടൊപ്പം ജീവിക്കാൻ കഴിയാത്തതിലുള്ള വൈരാഗ്യമല്ലേ ഈ കപട സന്യാസം. എന്നെ അതിന് കിട്ടില്ല. ഐ ആം നോട്ട് ഫ്രിജിഡ് ലൈക്ക് യു. എന്താ ഇത്? എന്താ ഈ കാട്ടണേ? മതി മതി, വിട്ടേക്കൂ. ആശേ, കുട്ടി എങ്ങോട്ടാ? വീട്ടിലേക്ക്. തനിച്ചോ? തനിച്ചല്ലേ ഞാൻ വന്നത്. കുട്ടി ശരിക്കും ആലോചിച്ചിട്ടാണോ? അതെ. അവിടെ നിൽക്കൂ. ആശേ, അവിടെ. ഹലോ, വിളിക്കാം. ഫോൺ. ആരാ? ഹലോ, എവിടുന്നാ വിളിക്കുന്നേ? ഇപ്പൊ എവിടുന്നാ സംസാരിക്കുന്നേ? അവിടെ നിൽക്കൂ, ഞാൻ ഉടനെ വരാം. ശാരദ ചേച്ചി നമ്മളെ പറ്റി ആന്റിയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാ വഴക്കുണ്ടായത്. എന്നെ എന്തും പറഞ്ഞോട്ടെ, പക്ഷെ സാറിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു ഞാൻ സഹിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. എന്നിട്ട് എങ്ങോട്ടേക്കാ പുറപ്പെട്ടത്? വീട്ടിലേക്കാണോ? അല്ല, ഈ നിലയിൽ ഞാൻ വീട്ടിൽ പോവില്ല. പിന്നെ? എനിക്കറിയില്ല, ഞാൻ എവിടേക്കെങ്കിലും പോകും. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്നും അറിയില്ല. വേണ്ട വേണ്ട. വരൂന്നേ. എന്താ ഇപ്പൊ ചെയ്യ? ഞാൻ തടഞ്ഞു നോക്കി.
വീട്ടിലേക്കാണെന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയി. വലിയ ശാഠ്യക്കാരിയാണ് ആ കുട്ടി. എന്തു പറയാനും മടിയില്ലാതായിരിക്കുന്നു, പ്രവർത്തിക്കാനും. ഞാനിതെങ്ങനെ അവളുടെ വീട്ടുകാരെ അറിയിക്കും? അവളുടെ അച്ഛനാണെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞതാ. ബാംഗ്ലൂരിലേക്കൊന്ന് വിളിച്ചാലോ എന്ന് ആലോചിക്കുക. വിളിച്ചോളൂ. കൃഷ്ണപിള്ള സാർ എന്നുമല്ല ആശയുടെ രക്ഷിതാവായത്. അവളെ YWCA ചേർത്ത് ആരും അറിഞ്ഞില്ലെന്ന് വിചാരിക്കണ്ട. അവിടെ താമസിക്കുന്ന പലരും നമ്മുടെ കോളേജിലുണ്ട്. അതുകൊണ്ട് എനിക്കെന്താ? നിങ്ങളൊരു കോളേജ് പ്രൊഫസറല്ലേ, നാട്ടുകാരുടെ മുമ്പിൽ വലിയ മനുഷ്യൻ, ഷേക്സ്പിയർ കൃഷ്ണപിള്ള. എന്നിട്ട് നാണം കെട്ട രീതിയിൽ ഒരു സ്റ്റുഡന്റുമായിട്ട് സൂക്ഷിച്ചു നിങ്ങളാ സൂക്ഷിക്കേണ്ടത്. ഭാര്യ മക്കളോളം നിങ്ങൾ ഈ നിലയിൽ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ പ്രായത്തിന്റെ സ്റ്റാറ്റസിന് ചേർന്നാണോ? ഇതിൽ നിന്നുണ്ടാകുന്ന അപവാദം നിങ്ങളെ കുടുംബത്തെ ബാധിക്കില്ലേ? ഇറ്റ് ഇസ് മൈ ഹെഡേക്ക്. താനും അന്വേഷിക്കണ്ട. ഇല്ല, എന്നാൽ ആശയെ കുറിച്ച് എനിക്ക് അന്വേഷിക്കേണ്ടി വരും. ഞാനുള്ളതായിട്ടുള്ള ബന്ധം സാറിന് അറിയാം. അറിയാം. യു ആർ ദി റീസൺ ഫോർ ദാറ്റ്. അല്ല ഇപ്പോൾ ചോദിച്ചു. ആ ചോദിക്കും. അടുത്ത മാസമല്ലേ ഹോസ്റ്റലിലെ സെലിബ്രേഷൻ? അതിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ശരിക്കും നോക്കണം. സമയം വളരെ കുറച്ചേ ഉള്ളൂ. ആ കുഞ്ഞുണ്ണി, ഇതൊന്ന് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ കൊടുക്കൂ. എക്സ്ക്യൂസ് മീ, Yes? എനിക്ക് ആശാ തമ്പി ഒന്ന് കാണായിരുന്നു. ഇന്നലെ ചേർന്നില്ലേ കുട്ടി? ആ, റൂം നമ്പർ 3 ആശയെന്ന് വിളിക്കൂ. ഒരാള്. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ പേര്? ഉണ്ണികൃഷ്ണൻ. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയൂ. ഇരിക്കൂ പ്ലീസ്. ആ കുട്ടിക്ക് ഇദ്ദേഹത്തെ കാണാൻ ഇഷ്ടമില്ല പോലും. മാഡം, എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് കാണണം. ആ കുട്ടിക്ക് നിങ്ങളെ കാണാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ? ഓക്കേ, then I will see her. മിസ്റ്റർ, എന്താ നിങ്ങളെ കാണിക്കുന്നത്? കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി. എന്താടി നീ പറഞ്ഞേ? എന്നെ കാണാൻ ഇഷ്ടമല്ലെന്നോ? പക്ഷെ എനിക്ക് നിന്നെ കാണണം, സംസാരിക്കണം. വേഗം ഇറങ്ങിയോ? പറയാനാ പറഞ്ഞേ? കുഞ്ഞുണ്ണി, വിടാനാ പറഞ്ഞേ? മാറിക്കണോ കൂടെ? കൈവിട് മിസ്റ്റർ. എന്താ ഇത്? മര്യാദ കറങ്ങി പോയില്ലെങ്കിൽ പോലീസിനെ വിളിപ്പിക്കും. എന്തായി കാണിക്കുന്നേ? ഇറങ്ങി പോണം. എന്താ കുട്ടി ഇതൊക്കെ? ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ. ആരായാള്? ഇത് ലേഡീസ് ഹോസ്റ്റലാണോ അറിയില്ലേ? ഇതൊന്നും ഇവിടെ അനുവദിക്കില്ല. എന്താ, ആരും ഉറങ്ങിയില്ലേ ഇന്നലെ? എന്താണ് എല്ലാരും ഉറങ്ങാതെ കിടക്കുന്നത്? എവിടെയായിരുന്നു നിങ്ങൾ ഇതുവരെ? എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ആശാ തമ്പി നിങ്ങൾ എവിടെ കൊണ്ടാക്കി? ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? ആ ഉണ്ണികൃഷ്ണനായിരിക്കും. അവന്റെ നുണ കേട്ട്. നുണയല്ല, അവൻ പറഞ്ഞത് സത്യമാണ്. YWCA ഞാൻ ഫോൺ ചെയ്ത് അന്വേഷിച്ചിരുന്നു. ആരാ ഈ ആശാ തമ്പി നിങ്ങളുടെ? എനിക്കത് ഇപ്പൊ അറിയണം. ശാരദേ, പ്ലീസ്, ഈ കുട്ടികൾ കേക്കട്ടെ. അല്ലെങ്കിൽ നാളെ മറ്റുള്ളവർ പറയുമ്പോ ഇവർ അറിയാനുള്ളതല്ലേ? ഈ കുട്ടികളുടെ അച്ഛനാണെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ. ശാരദേ, കുട്ടികളുടെ മുന്നിൽ വെച്ച് നീ എന്നെ വിസ്തരിക്കരുത്. വല്ലതും പറയാനുണ്ടെങ്കിൽ നമ്മൾ മാത്രമുള്ളപ്പോ പോരെ? പോരാ. എങ്ങോട്ടാ നിങ്ങളുടെ ഈ പോക്ക്? അതെനിക്കറിയണം. അവൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ? ഞാനും മക്കൾ ഒഴിഞ്ഞു തരുമായിരുന്നല്ലോ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ. ഏതോ തെറ്റിദ്ധാരണയുടെ പേരിൽ വീട് വിട്ടിറങ്ങിയ ആ പെൺകുട്ടിയോട് എനിക്കൊരു സിമ്പതി തോന്നി. സിമ്പതി? വിലയും നിലയും മറന്ന് മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോടൊപ്പം കുറെയൊക്കെ ഞാനും കാണുകയും കഴിക്കുകയും ചെയ്തല്ലോ. എന്നാലും അതിവിടെ വരെ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അതിവിടെ വരെ കൊണ്ടെത്തിച്ചത് നീയാണ്.
സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ ഒരു അന്യ സ്ത്രീയോട് എന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? ഒന്നും അറിയാത്ത ഒരു പാവം പെൺകുട്ടിയെ കുറിച്ച് എന്തൊക്കെയാണ് നീ എന്നാ ഇന്ദിരാ തമ്പിയോട് പറഞ്ഞത്? അതുകൊണ്ടല്ലേ ആ കുട്ടിക്ക് വീട് വിട്ടിറങ്ങേണ്ടി വന്നത്? നീയാണതിൽ കുറ്റക്കാരി. അതെ, കുറ്റക്കാരി ഞാനാണ്. 11 കൊല്ലം നിങ്ങളെ വിശ്വസിച്ച് ഒപ്പം ജീവിച്ചില്ലേ? ഈ മക്കളെ പ്രസവിച്ച് വളർത്തിയെടുത്തില്ലേ? ആ കുറ്റം ചാർത്താനാണ് ഇപ്പൊ കയറി വന്നത്. എനിക്ക് അല്പം സ്വൈരം തരും നീ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. ഇതുവരെ സഹിച്ചു, ഇനി പറ്റില്ല. നിങ്ങൾ എങ്ങോട്ട് പോന്നു? എങ്ങോട്ട് പോന്നെന്ന്? മാറുന്നുണ്ടോ നീ? ഇല്ല, ഇല്ല, ഞാൻ വിടില്ല. എനിക്കത് അറിയണം. അവൾ നിങ്ങളുടെ ആരാ? ഭാര്യ, വെപ്പാട്ടിയോ? ഓടുന്നു. സാറ് കാപ്പി കഴിച്ചില്ല, അത് തണുത്തിരിക്കുന്നു. വേറെ കൊണ്ടുവരട്ടെ? വേണ്ട. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും? വേണ്ട. ഹലോ. ഹലോ, 6179 അല്ലേ? അതെ, എവിടുന്നാ വിളിക്കുന്നേ? ഹലോ. ആ വണ്ടി അല്ല, ഇതെന്താ ഇന്നാരും ഒരുങ്ങിയിട്ടില്ലേ? യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല. ഇല്ല, പോവണ്ടേ? അവര് വരുന്നില്ല. അതെന്താ, കുട്ടികൾക്ക് അസുഖം വല്ലതുണ്ടോ? അപ്പൊ നാളെയോ? നാളെ പറയാം. അമ്മേ, ഞങ്ങള് സ്കൂൾ പോട്ടെ. ഒന്ന് പോകുന്നുണ്ടാവത്തെ പൊടിയാത്ത്. മോളെ, ആ ഫോൺ എടുക്ക. ഹലോ, ആരാ? ആ, അച്ഛനാ? അച്ഛൻ എവിടുന്നാ? അച്ഛൻ കുറച്ച് ദൂരെന്നാ. മോൾ എന്ത് ചെയ്യുന്നു? സ്കൂളിൽ പോകുന്നില്ലേ? ഇല്ല. എന്ത് മോളോ? ഞാൻ അച്ഛനാ. ഹലോ, അച്ഛനാ? അച്ഛൻ ഇപ്പഴാ വരാ? അവള് കുളിക്ക എവിടെ ഉണ്ട്? മോനെ ഉപദ്രവിക്കരുത് കേട്ടോ, എല്ലാരും നോക്കിക്കോണം. അവൻ മതിലിന്റെ പുറത്ത് കയറാൻ നോക്കണം കേട്ടോ. ആ, അമ്മ എവിടെ? അമ്മ അപ്പഴത്തെ കിടക്കുവാ.
അമ്മയ്ക്ക് സുഖമില്ല. കരയ്യ. മോള് ഫോൺ വെച്ചോളൂ. ശരി.